ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വ്യൂനെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വരുമാനം അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ്. അതായത് ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണം, ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ അറിയാം, ക്യാമറ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇതൊരു പ്രൊഫഷൻ ആക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു നല്ല ക്യാമറയാണ്. അതായത് ഒരു പ്രൊഫഷണൽ ക്യാമറ ആണ് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാര്യം നമുക്ക് എപ്പോഴും ഇതൊരു ഏർണിങ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രൊഫഷണൽ ക്യാമറ വേണം. ഒരു 1 lakh എബവ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമറകളാണ് എപ്പോഴും നല്ലത്. ഇനി ഇൻ കേസ് തുടക്കക്കാരാണ്, നിങ്ങളിൽ അത്രയും എമൗണ്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു സീരീസിൽ വരുന്ന ജസ്റ്റ് സെമി പ്രൊഫഷണൽ ആ ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകുന്ന അത്യാവശ്യം നല്ല പിക്ചേഴ്സ് കിട്ടുന്ന ക്യാമറാസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാനൻ്റെ 7D 6D ക്യാമറകൾ, അങ്ങനത്തെ ക്യാമറകൾ കഴിവതും ഒരു ഫുൾ ഫ്രെയിം ക്യാമറകൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്യാമറ വേണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെൻസുകൾ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇൻ കേസ് നമുക്കൊരു തുടക്കക്കാരാണ്, നമ്മുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻ്റ് എടുക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നല്ല ലെൻസൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് കടം മേടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരാവശ്യത്തിന് വേണ്ടിയിട്ട് കടം മേടിക്കുന്ന അല്ലെങ്കിൽ റെൻ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. കാര്യം ലെൻസിനൊക്കെ ഒരുപാട് വിലയാവും, നമ്മളപ്പം തുടക്കത്തിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നിന്നൊക്കെ കടം മേടിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് നമുക്ക് വേണ്ട നമ്മുടേതായിട്ടൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് കൂടുതൽ താല്പര്യം എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. അതായത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോകാനാണോ താല്പര്യം, അല്ലെങ്കിൽ മോഡലിംഗ് ആണോ ഇഷ്ടം, കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫീസ്, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി കുറച്ച് നന്നായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ യൂട്യൂബിലും ആണെങ്കിലും സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഇൻസ്റ്റഗ്രാംസ് അങ്ങനെ കുറേ ഇതിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ, ഒരുപാട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ലെജൻസിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മളതൊക്കെ നോക്കി നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് ട്രെൻഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടേതായിട്ടുള്ള പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ വെബ്സൈറ്റോ നമുക്ക് ഏതാണ് കൺവീനിയൻറ്റ് അതുപോലെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടേതായിട്ടുള്ള ഫോട്ടോഗ്രാഫിയുടെ ഒരു പേരും ഒക്കെ കൊടുത്തിട്ട് അതൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടേതായ വർക്കുകൾ അപ്ലോഡ് ചെയ്യുക. കാര്യം നമുക്ക് നാളെ ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് ക്ലയൻസിനെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു വർക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അവരെ കൊണ്ട് കാണിക്കാൻ പറ്റും. ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിൽ കയറി ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ നമ്മളൊരു കൂടുതലും ഇപ്പം ഇൻസ്റ്റാഗ്രാമാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങുന്നതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ എപ്പോഴും ആൾക്കാർ വർക്ക് തരണമെന്നില്ല. നമുക്ക് ഒരുപാട് പൈസ ഏണിങ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുക. ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ, നമ്മുടെ കസിൻസിൻ്റെ, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലെ തന്നെ വെഡ്ഡിങ് ഉണ്ടാവും. നിങ്ങളെ പറ്റുന്ന രീതിയിൽ അത് എക്സ്പോസ് ചെയ്യുക. അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസ് എടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഏതെങ്കിലും നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ അതാണ്, അസിസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നും എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി എന്നൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിനെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം. ഈവൻ ഞാൻ പോലും തുടങ്ങിയത് 2011 ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് ഒരു ഫോട്ടോഗ്രാഫറിനെ അസിസ്റ്റ് ചെയ്താണ് ഞാൻ തുടങ്ങിയത്. നമ്മൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈറ്റ് ചെയ്യാൻ പോയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. എൻ്റെ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അസിസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. പിന്നെ വർക്കിൻ്റെ ടൈമിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കാര്യം നമുക്കറിയാം ഒരു തിരക്കായിരിക്കും. ആ സമയത്ത് നമ്മളെല്ലാം കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യണം. അവർക്ക് വേണ്ട ഇത് എടുത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ആയിട്ട് പോവുക. നമ്മളും അതിനെ കുറച്ച് പറ്റുന്ന രീതിയിൽ നല്ല ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരുടെയൊക്കെ കുറച്ച് പിക്സ് എടുക്കുക, അതൊക്കെ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ
ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഒരേ ഈ വർക്കിൻ്റെ തന്നെ ഒരുപാട് ഫോട്ടോസ് ഇടാതിരിക്കുക. കാര്യം ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരുപാട് ഫോട്ടോസ് ആയാലും അധികമായാലും അമൃതും അഴുക്കാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ കുറച്ച് പറയണ്ടേ, നല്ല നല്ല ഫോട്ടോസ്, നമ്മുടെ നല്ല വർക്കുകൾ, നമ്മുടെ സിഗ്നേച്ചറായിട്ടുള്ള വർക്കുകൾ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് നമുക്ക് കിട്ടി, ഒരാളുടെ ഒരു വർക്ക് നമുക്ക് കിട്ടി, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റും. എക്സ്പോസിങ്ങിന് മാത്രമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, പല സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് എക്സ്പോസിങ്ങിന് എക്സ്പേർട്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരെ എക്സ്പോസിങ്ങിനായിട്ട് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. അവരുടെ പേയ്മെൻറ്റ് കൊടുത്താൽ അവർ വന്ന് നമുക്ക് വേണ്ടി വർക്ക് എടുത്ത് തരും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്യാം, നമുക്ക് പേയ്മെൻറ്റിന് അവരെ ഹയർ ചെയ്യാം. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് നമുക്കും ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി വർക്കിൽ വരാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അതായിരിക്കും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടീം, ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ടീം, നമ്മൾ അത്യാവശ്യം ഒരു ബേസ് ആയി കഴിയുമ്പോൾ നല്ലൊരു ടീം രൂപീകരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ടീം. ഇൻ കേസ് നമുക്ക് പോകാൻ അവൈലബിൾ അല്ല എങ്കിലും നമ്മുടെ ഒരു വർക്ക് വന്നാൽ ചെയ്യിക്കാൻ പറ്റിയ ആൾക്കാർ, നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ എൻ്റെ വ്ളോഗിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇനി ചേട്ടൻ പുള്ളിക്കാരനാണ് എൻ്റെ വീഡിയോ ഫുള്ള് ചെയ്യുന്നത്. അപ്പം നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ മാത്യു ചേട്ടൻ എൻ്റെ സ്റ്റിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ. സ്ഥിരം വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫീസ് ഉണ്ട്. പക്ഷേ എൻ്റെ വർക്കിനെല്ലാം കൂടുതലും അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർക്കിനും ഞാൻ പോകാറില്ല, കാര്യം എനിക്ക് വേറെ ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകാറില്ല. പക്ഷേ മിക്ക വർക്കിനും ഞാൻ പോകാറുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമുക്ക് പറ്റിയൊരു ടീമിനെ, നമ്മുടേതായുള്ളൊരു സ്പേസും നല്ലൊരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ലൊരു ഔട്ട്റീച്ച് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യുക. നമുക്കിങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ഇതുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, നമ്മൾ മീറ്റ് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് പറയുക. അപ്പം ഇതുപോലെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം നമ്മളൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ കാണിക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആവും. അപ്പോൾ ഇങ്ങനെ വർക്കുണ്ട്, എനിക്ക് വർക്ക് തരണം എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ ക്ലയൻസിനെ നമുക്ക് നേടാൻ പറ്റും. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ഹൗ വി ഗെറ്റ് പെയ്ഡ്. നമുക്ക് എങ്ങനെയാണ് പൈസ ഇതിൽ നിന്നും കിട്ടുന്നത്? നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നുള്ളത് നമ്മുടെ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തെ ബേസ് ചെയ്തിരിക്കും. അപ്പം ഒരു സ്ഥലത്തുള്ള പേയ്മെൻറ്റ് ആയിരിക്കത്തില്ല വേറെ സ്ഥലത്ത്. ഇപ്പം കോട്ടയം സൈഡിലുണ്ടാകുന്ന റേറ്റ് ആയിരിക്കത്തില്ല എറണാകുളം സൈഡിൽ, അവിടെ ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. അപ്പം അങ്ങനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട്. എന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഏരിയയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ അന്വേഷിക്കാൻ, നോർമലി ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നോർമലി പേയ്മെൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ്സ് ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള ചാർജസ്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറായി നമുക്ക് നല്ല വർക്ക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് ഒരുപാട് ഓവറായിട്ട് പേയ്മെൻറ്റ് മേടിക്കാതിരിക്കുക. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എഡിറ്റിങ്ങിനുള്ള ചാർജ്, പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പെട്രോൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പേയ്മെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു വർക്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുക. നമ്മുടെ നല്ല പ്ലസൻറ്റ് ഫേസോട് കൂടി തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുക. എപ്പോഴും നമ്മളാണ് അവർക്കൊരു ഒന്ന് എനർജറ്റിക് ആയിട്ട് നിന്ന് അവരെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിലാണ് നമ്മുടെ സക്സസ് മെയിനായിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരിക്കലും നമ്മൾ റൂഡായിട്ട് ബിഹേവ് ചെയ്യരുത്. കാര്യം നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ നല്ല സിമ്പിളായിട്ടും എപ്പോഴും നമ്മൾ നല്ല ഒരു പ്ലസൻറ്റ് ഫേസോട് കൂടി തന്നെ അവരെ അപ്രോച്ച് ചെയ്യുക. നല്ല ബെസ്റ്റ് ഗിയേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസുകൾ, നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഗിയറും നല്ല ബെസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഗിയേഴ്സ് വെച്ചിട്ട് തന്നെ നല്ലൊരു റിസൾട്ട്, നല്ലൊരു പ്രൊഡക്റ്റ്, നമ്മുടെ ഫോട്ടോഗ്രാഫി നല്ല റിസൾട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻസിന് കൊടുക്കാൻ ഏറ്റവും മാക്സിമം ശ്രമിക്കുക. അതിലൂടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി നമുക്ക് ഒരു വർക്ക് കണ്ട ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ലയൻറ്റ് വേറൊരു ക്ലയൻറ്റിനോട് നമ്മുടെ വർക്കിനെ പറ്റി പറയാൻ നമ്മളെ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഒരുപാട് വർക്ക്സ് കിട്ടുന്നത്. സോ അപ്പം ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലയൻസിന് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അവരേതാണോ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ അങ്ങനെ ഏത് ഇതാണോ ക്ലയൻസിന് വേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. മാക്സിമം ഡിലേ വരുത്താതെ
ഓൺ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഷൂട്ടിന് ശേഷം നമ്മൾ തന്നെ നമ്മുടെ വർക്ക് ഒന്ന് അനലൈസ് ചെയ്യണം. എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ ചെയ്ത വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് അതിനകത്ത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടി തുടങ്ങി അത് കഴിഞ്ഞാൽ ഓക്കെ ഇത് മതി എന്നുള്ള രീതിയിൽ പോകാതെ എപ്പോഴും നമ്മൾ അതിനകത്തൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം ഇനിയും കൂടുതൽ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടേതായ ഒരു വർക്കിൽ നിന്ന് മാത്രം ഒതുങ്ങിപ്പോകാതെ ഒരുപാട് പേരുടെ വർക്കുകൾ കാണുക. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ വർക്ക് കാണുക. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ടാവും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പുതിയ ക്യാമറ ടെക്നിക്സ്, പുതിയ ക്യാമറാസ്, പുതിയ ഗിയേഴ്സ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതാണ് ഈ ഫീൽഡിൽ വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്, കോമൺലി ആരും ചെയ്യാറില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്ലയൻസുമായിട്ടൊരു ഫോളോ അപ്പ് നടത്തുക. നമ്മൾ വർക്ക് കൊടുത്ത് ഒരു 2 monthsന് ശേഷം അവരെ ഒന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യുക. അവരുടെ ഫാമിലി, അപ്പം അവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം കണ്ടു കാണും, എങ്ങനെയാണ് മൊത്തത്തിലുള്ള അഭിപ്രായം, വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ, നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അവർക്ക് ഫീൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും മെച്ചപ്പെടുത്തുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ച് വേണം നമ്മൾ അടുത്ത വർക്കിൽ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, അവർ ക്ലയൻസ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകം ഓർത്തിരിക്കും. നമ്മളിങ്ങനെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തു, അപ്പോൾ അവർ പെട്ടെന്ന് അടുത്ത ആൾക്ക് നമ്മളെപ്പറ്റി സജസ്റ്റ് ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും ഒരു ഫോളോ അപ്പ് അത്യാവശ്യമാണ്. അത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കിന് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പോസിങ് ചാർജ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ആൽബം എഡിറ്റിങ്, അതിനൊക്കെ ഉള്ളൊരു ചാർജാണ് മെയിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുക ക്ലയൻസിൻ്റെ അടുത്തുനിന്ന്. പിന്നെ മോഡലിംഗ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പോസിങ് ഒരു ദിവസം എത്രയാണ് എക്സ്പോസിങ് അതിനുള്ള എമൗണ്ട് ആയിരിക്കും. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡാണ് ഫോട്ടോഗ്രാഫി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം നമുക്ക് കണക്ഷൻസ് ആണ്, ഒരുപാട് കോൺടാക്ട്സ് വേണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വർക്കുകൾ കിട്ടത്തുള്ളൂ. വർക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൽ നിന്നൊരു ലാഭം ഉണ്ടാകത്തുള്ളൂ. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ക്ലയൻസുമായിട്ട് ഒരു നല്ലൊരു ടേംസിൽ പോവുക. അങ്ങനെ നമ്മുടേതായിട്ടൊരു ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ഹൈറ്റ്സിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പം നമുക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇതിൽ നിന്നുണ്ടാവും. ഫോട്ടോഗ്രാഫി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഫീൽഡിൽ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറിനെ അസിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഫോട്ടോഗ്രാഫറിനെ അസിസ്റ്റ് ചെയ്ത് പോകുക, അതായിരിക്കും എപ്പോഴും നല്ലൊരു കാര്യം. അപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് പൊതുവേ പോകുന്നത്, ക്ലയൻസുമായിട്ടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം സ്വന്തമായിട്ട് പതുക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മളൊരു ഫോട്ടോഗ്രാഫറായിട്ട് മാറി നമ്മുടേതായിട്ടൊരു കമ്പനി ഫോം ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളോട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ